ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫേസ് കുറച്ച് ബ്രൈറ്റ് ആവാനും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കടലമാവ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മഞ്ഞളൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് തോന്നി എനിക്കിത് യൂസ് ചെയ്ത സമയത്ത്. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം ആവശ്യമായിട്ടുള്ളത് കടലമാവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടലമാവ് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം കടലമാവ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരാളൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിന് മതി. ഇതിപ്പോൾ രണ്ടാൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ നീറും. ഒരുപാട് ആക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി കൂടുതലാണ്, അപ്പോൾ അതിനായിട്ട് കുറഞ്ഞ അളവിന് എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ആ 2 പൊടികളും തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങേൻ്റെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു പകുതി ലെമണിൻ്റെ പകുതി നീര് മതി നമുക്ക്, അത്രയും മതി ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചും കൂടെ തൈര്, കട്ടത്തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ആ ഒരു തൈര് കട്ടയായിട്ടായിരിക്കുന്നത്. അപ്പോൾ തൈര് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അത് 4ഉം കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലമാവ് ഇട്ടു, പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് തൈര് ഇട്ടു, പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് 4ഉം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. നിങ്ങൾക്ക് ടൈറ്റ് ആയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ തൈര് ഇട്ടിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റേത് നല്ലതായിട്ട് ടൈറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തൈര് ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഹെയറിൽ ഒരു ഹെയർ മാസ്ക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഹെയർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഹെയർ മാസ്ക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഫേസിലൊരു ഫേസ് മാസ്കും കൂടെ ഇട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷനൊക്കെ എവിടെയാണെന്നുള്ളത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ മഞ്ഞളുള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ട് നമ്മൾ മഞ്ഞൾ എടുക്കണ്ട. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ചിലപ്പോൾ നീറാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് മഞ്ഞൾ കൂടിപ്പോയി. അപ്പോൾ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നേർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ദേ ഫേസിൽ ഏകദേശം എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിയിട്ട് ഈ ഒരു കോലത്തിലാവും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഉണങ്ങി പിടിച്ച പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കുകയാണ്, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ വൈപ്പ് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു മഞ്ഞളിൻ്റെ ആ ഒരു മഞ്ഞ കളർ മുഖത്ത് നന്നായിട്ട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടണമെങ്കിൽ ഈ ഒരു ഫേസ് മാസ്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു പൗഡർ ഇട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്, സോഫ്റ്റായി. അതേപോലെ തന്നെ ആ ഒരു മഞ്ഞളിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ ഫേസിലൊന്ന് വന്നിട്ടുണ്ട്, ഒരു ഗ്ലോ വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നും ഈ ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ചെയ്ത് പോവുക കേട്ടോ. കണ്ടില്ലേ എൻ്റെ ഫേസിലുണ്ടായ ഡിഫറൻസ്, നന്നായിട്ട് ഫേസ് സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.